ചാപ്റ്റർ 4 മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും. താരിഖ് ഫിറോസ് ഷാഹി എഴുതിയതാര്? സിയാവുദ്ദീൻ ബറാനി. താരിഖ് ഫിറോസ് ഷാഹി എഴുതിയതാര്? സിയാവുദ്ദീൻ ബറാനി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിന്റെ വംശങ്ങളുടെ ശരിയായ ക്രമമേത്? അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിന്റെ വംശങ്ങളുടെ ശരിയായ ക്രമമേത്? അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഇതിനൊരു ചെറിയൊരു കോഡുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അഹിദു സലോ. അടിമ, ഖിൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം. CE 1206 മുതൽ 1526 വരെ. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം. CE 1206 മുതൽ 1526 വരെ. താരിഖ് ഫിറോസ് ഷാഹിയിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ബാൽബൻ. താരിഖ് ഫിറോസ് ഷാഹിയിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ബാൽബൻ. സുൽത്താൻ ഭരണകാലത്ത് വസീർ എന്നറിയപ്പെട്ടിരുന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? ധനകാര്യം. സുൽത്താൻ ഭരണകാലത്ത് വസീർ എന്നറിയപ്പെട്ടിരുന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? ധനകാര്യം. സുൽത്താൻ ഭരണകാലത്ത് രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത്? ദിവാൻ ഇ ഇൻഷാ. സുൽത്താൻ ഭരണകാലത്ത് രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത്? ദിവാൻ ഇ ഇൻഷാ. സുൽത്താൻ ഭരണകാലത്ത് മമാലിക് എന്നറിയപ്പെട്ടിരുന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? സൈനികം. സുൽത്താൻ ഭരണകാലത്ത് മമാലിക് എന്നറിയപ്പെട്ടിരുന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? സൈനികം. മുഖ്യ സദർ എന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? നീതിന്യായം. മുഖ്യ സദർ എന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? നീതിന്യായം. സുൽത്താൻ ഭരണകാലത്ത് പ്രവിശ്യകളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത്? മുക്തി അല്ലെങ്കിൽ വാലി എന്നും അറിയപ്പെട്ടിരുന്നു. സുൽത്താൻ ഭരണകാലത്ത് പ്രവിശ്യകളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത്? മുക്തി അല്ലെങ്കിൽ വാലി. പർഗാനയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത്? അമിൽ. പർഗാനയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത്? അമിൽ. സുൽത്താൻ ഭരണകാലത്ത് ഗ്രാമങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത്? മുക്കദം. സുൽത്താൻ ഭരണകാലത്ത് ഗ്രാമങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത്? മുക്കദം. ഗ്രാമം മുക്ക് എന്നോർക്കാം. സുൽത്താൻ ഭരണകാലത്ത് രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ചിരുന്നു. ഇവ അറിയപ്പെടുന്നത്? ഇഖ്ത. സുൽത്താൻ ഭരണകാലത്ത് രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ചിരുന്നു. ഇവ അറിയപ്പെടുന്നത് ഇഖ്ത എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? അലാവുദ്ദീൻ ഖിൽജി. അർത്ത് കഥാനക് എഴുതിയതാര്?
ബനാർസി ദാസ്. അർത്ഥകഥാനക് എഴുതിയതാര്? ബനാർസി ദാസ്. മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തതാര്? യൂറോപ്യന്മാർ. മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തതാര്? യൂറോപ്യന്മാർ. ഡൽഹി സുൽത്താനേറ്റിന് അന്ത്യം കുറിച്ച് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഡൽഹി സുൽത്താനേറ്റിന് അന്ത്യം കുറിച്ച് മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച വർഷം? AD 1526. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച വർഷം? AD 1526. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതാര്? ബാബർ. മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചതാര്? ബാബർ. അക്ബർനാമ രചിച്ചതാര്? അബുൽ ഫസൽ. അക്ബർനാമ രചിച്ചതാര്? അബുൽ ഫസൽ. മുഗൾ ഭരണകാലത്ത് വക്കീൽ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ? പ്രധാനമന്ത്രി. മുഗൾ ഭരണകാലത്ത് വക്കീൽ എന്നറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ? പ്രധാനമന്ത്രി. മുഗൾ ഭരണകാലത്ത് മീർബക്ഷി എന്നറിയപ്പെട്ടിരുന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? സൈനികം. മുഗൾ ഭരണകാലത്ത് മീർബക്ഷി എന്നറിയപ്പെട്ടിരുന്നത് ഏതു വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്? സൈനികം. മുഗൾ ഭരണകാലത്ത് ഫൗജ്ദാർ ഭരിച്ചിരുന്ന പ്രദേശമേത്? സർക്കാരുകൾ. മുഗൾ ഭരണകാലത്ത് ഫൗജ്ദാർ ഭരിച്ചിരുന്ന പ്രദേശമേത്? സർക്കാർ. മുഗൾ ഭരണകാലത്ത് പട്ടണം ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൊത്തുവാൾ. മുഗൾ ഭരണകാലത്ത് പട്ടണം ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കൊത്തുവാൾ. സുൽത്താൻ ഭരണകാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും അതുപോലെ തന്നെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കേന്ദ്ര ഭരണത്തിൽ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് വസീർ എന്നാണ്. സൈനിക മേധാവി മമാലിക്. നീതിന്യായം മുഖ്യ സദർ. രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ ദിവാൻ ഇ ഇൻഷാ. സുൽത്താൻ ഭരണകാലത്തെ പ്രാദേശിക വിഭാഗമായ പ്രവിശ്യയുടെ ഭരണാധികാരി മുക്തിയായിരുന്നു. ഷിഖ് ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഷിഖ്ദാർ. അതുപോലെ തന്നെ പർഗാന ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അമിൽ. ഗ്രാമങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ മുഖദമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗ്രാമം മുക്ക്, അങ്ങനെ ഓർക്കാം. പർഗാന അമിൽ. അമൽ ഗാനം പാടുന്നു, അങ്ങനെ ഓർക്കാം. ഷിഖാണെങ്കിൽ ഷിഖ്ദാർ, അത് ഈസിയാണ്. അതുപോലെ തന്നെ പ്രവിശ്യ ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ മുക്തി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുക്തി ലഭിക്കുന്നു അല്ലേ? പ്രവിശ്യ മുക്തി, പ്രാവശ്യം മുക്തി, അങ്ങനെ ഓർക്കാം. മുഗൾ ഭരണകാലത്തിലെ കേന്ദ്രഭരണ പ്രദേശത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവരുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സുൽത്താൻ ഭരണകാലത്തും കേന്ദ്രഭരണവും പ്രാദേശിക ഭരണവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഗൾ ഭരണകാലത്തും കേന്ദ്രഭരണവും പ്രാദേശിക ഭരണവും ഉണ്ടായിരുന്നു. കേന്ദ്രഭരണത്തിൽ പ്രധാനമന്ത്രി വക്കീൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത് വസീർ. നീതിന്യായം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ സദർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സൈനിക ഉദ്യോഗസ്ഥനാണ് മീർബക്ഷ്. ധനകാര്യം സുൽത്താൻ ഭരണകാലത്തും മുഗൾ ഭരണകാലത്തും വസീർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രാദേശിക ഭരണം നോക്കിയാൽ പ്രാദേശിക ഭരണ വിഭാഗമായ സുബ ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ സുബേദാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സർക്കാർ, ഫൗജ്ദാർ, പർഗാന, ഷിഖ്ദാർ.
നമ്മൾ സുൽത്താൻ ഭരണകാലത്ത് പർഗാന ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അമീൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മുഗൾ ഭരണത്തിൽ വരുമ്പോൾ പർഗാന ഭരിച്ചിരുന്നത് ഷിക്ദാർ ആണ്. ഇത് മാറിപ്പോവരുത്. ഗ്രാമം ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ചൗധരി, പട്ടണം ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ കൊത്തുവാൾ. പട്ടുവസ്ത്രം ധരിച്ച് രാജാക്കന്മാർ വാളൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് പട്ടണം വാളുമായിട്ട് ചേർക്കാം. പട്ടണം കൊത്തുവാൾ, അങ്ങനെ ഓർക്കാം. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചതാരെ? അക്ബർ. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചതാരെ? അക്ബർ. ആഗ്ര പട്ടണം പണി കഴിപ്പിച്ചത് സിക്കന്ദർ ലോധി. ബാദുഷാ ഇ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി. അക്ബർ. ബാദുഷാ ഇ ഹിന്ദ് എന്നറിയപ്പെട്ടിരുന്ന മുഗൾ ഭരണാധികാരി അക്ബർ. ദിന്നിലാഹി എന്ന മതത്തിന് രൂപം നൽകിയ വ്യക്തി? അക്ബർ. ദിന്നിലാഹി എന്ന മതത്തിന് രൂപം നൽകിയ വ്യക്തി അക്ബർ. തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പിൻതലമുറക്കാർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ രാജവംശം? മുഗൾ രാജവംശം. തിമൂറിന്റെയും ചെങ്കിസ് ഖാന്റെയും പിൻതലമുറക്കാർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയിലെ രാജവംശം മുഗൾ രാജവംശം. അക്ബർ ദിന്നിലാഹി അല്ലെങ്കിൽ മറ്റൊരു പേരാണ് തൗഖീദ് ഇ ഇലാഹി എന്ന മതം സ്ഥാപിച്ച വർഷം? 1582. അക്ബർ ദിന്നിലാഹി എന്ന മതം സ്ഥാപിച്ച വർഷം 1582. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കുവാൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരം? ഇബാദത്ത് ഖാന. രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കുവാൻ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ച മന്ദിരം? ഇബാദത്ത് ഖാന. ദിന്നിലാഹി മതത്തിന്റെ അടിസ്ഥാനം? സുൽഖ് കുൽ, എല്ലാവർക്കും സമാധാനം എന്നാണ് വാക്കിനർത്ഥം. ദിന്നിലാഹി മതത്തിന്റെ അടിസ്ഥാനം സുൽഖ് കുൽ. അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ സൈനിക പരിഷ്കാരം അറിയപ്പെടുന്നത്? മാൻസബ്ദാരി. അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയ സൈനിക പരിഷ്കാരം അറിയപ്പെടുന്നത് മാൻസബ്ദാരി. അക്ബറിന്റെ ഭരണകാലത്ത് ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നത്? സത്ത്. അക്ബറിന്റെ ഭരണകാലത്ത് ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നത് സത്ത്. സത്ത് എന്ന വാക്കിനർത്ഥം വ്യക്തി എന്നാണ്. ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്? സവർ. ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് സവർ. അക്ബറിന്റെ കാലഘട്ടത്തിലെ സുബകളുടെ എണ്ണം? 18. അക്ബറിന്റെ കാലഘട്ടത്തിലെ സുബകളുടെ എണ്ണം 18. അക്ബറുടെ ധനകാര്യമന്ത്രി? രാജ തോഡർമാൽ. അക്ബറുടെ ധനകാര്യമന്ത്രി രാജ തോഡർമാൽ. മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരം? ജാഗിർദാരി. മുഗൾ ചക്രവർത്തിമാർ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പിലാക്കിയ പരിഷ്കാരം? ജാഗിർദാരി. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി നൽകിയ ഭൂമി അറിയപ്പെടുന്നത്?
ജാഗർ. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി നൽകിയ ഭൂമി അറിയപ്പെടുന്നത് ജാഗർ. CE 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ച പ്രബല രാജവംശം. ചോളവംശം. CE 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ച പ്രബല രാജവംശം. ചോള രാജവംശം. ചോള ഭരണകാലത്ത് രാജശാസനങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് ഒലൈ നായകം. ചോള ഭരണകാലത്ത് രാജശാസനങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് ഒലൈ നായകം എന്നാണ്. സംഘകാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ നാവികശക്തി ഏതു രാജവംശത്തിനായിരുന്നു? ചോള രാജവംശം. സംഘകാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ നാവികശക്തി ഏതു രാജവംശത്തിനായിരുന്നു? ചോള രാജവംശം. ചോളന്മാരുടെ തടാകം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടൽ. ചോളന്മാരുടെ തടാകം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടൽ. ചോള ഭരണകാലത്തെ പ്രധാന സവിശേഷതയായ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഉത്തരമേരൂർ ശാസനം. ചോള ഭരണകാലത്തെ പ്രധാന സവിശേഷതയായ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഉത്തരമേരൂർ ശാസനം. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ. തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രം എന്നിവ പണികഴിപ്പിച്ച ചോള രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ. തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം, രാജരാജേശ്വര ക്ഷേത്രം എന്നിവ പണികഴിപ്പിച്ച ചോള രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ. ചോള ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടം. ചോള ഭരണ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടം എന്നാണ്. ചോള ഭരണകാലത്ത് ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെടുന്നത് ഊർ. ചോള ഭരണകാലത്ത് ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെട്ടിരുന്നത് ഊർ എന്നാണ്. ചോള ഭരണകാലത്ത് ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെട്ടിരുന്നത് സഭ. ചോള ഭരണകാലത്ത് ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടിരുന്ന സമിതിയായിരുന്നു സഭ. സഭയിലെ അംഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പെരുമക്കൾ. സഭയിലെ അംഗങ്ങൾ പെരുമക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീലങ്ക കീഴടക്കിയ ചോള രാജാവ് രാജരാജ ചോളൻ. ശ്രീലങ്ക കീഴടക്കിയ ചോള രാജാവ് രാജരാജ ചോളൻ. അമുക്തമാല്യത രചിച്ചതാര്? കൃഷ്ണദേവരായർ. അമുക്തമാല്യത രചിച്ചത് കൃഷ്ണദേവരായർ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ രാജവംശം തുളുവ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായരുടെ രാജവംശം തുളുവ രാജവംശം.
സംഗമ സാലുവ, തുളുവ അരവെടു എന്നീ 4 രാജവംശങ്ങളാണ് വിജയനഗരത്തിൽ ഭരണം നടത്തിയത്. തുളുവ വംശത്തിലെ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെടുന്നത് നായങ്കര സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം നായങ്കര സമ്പ്രദായവും പ്രാദേശിക ഭരണം അയ്യഗാർ സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണികഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? വിജയനഗര സാമ്രാജ്യം. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണികഴിപ്പിച്ചത് വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി നിക്കോളോ കോണ്ടി. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജി. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജി. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് നിലനിന്നിരുന്നത്? ശിവജി. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് പേഷ്വ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രിയായിരുന്നു പേഷ്വ. ശിവജിയുടെ ധനകാര്യമന്ത്രി അറിയപ്പെട്ടിരുന്നത് അമാത്യ. ശിവജിയുടെ ധനകാര്യമന്ത്രി അറിയപ്പെട്ടിരുന്നത് അമാത്യ എന്നാണ്. അഷ്ടപ്രധാൻ മന്ത്രിസഭയിൽ രാജകീയ കത്തിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് സജീവൻ. അഷ്ടപ്രധാൻ മന്ത്രിസഭയിൽ രാജകീയ കത്തിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു സജീവൻ. ശിവജിയുടെ വിദേശകാര്യമന്ത്രി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ശിവജിയുടെ വിദേശകാര്യമന്ത്രി അറിയപ്പെട്ടിരുന്നത് സുമന്ത് എന്ന പേരിലായിരുന്നു. ശിവജിയുടെ സദസ്സിലെ മതപുരോഹിതന്മാർ അറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് റാവു. ശിവജിയുടെ സദസ്സിലെ മതപുരോഹിതന്മാർ അറിയപ്പെട്ടിരുന്നത് പണ്ഡിറ്റ് റാവു എന്നായിരുന്നു. അഷ്ടപ്രധാൻ മന്ത്രിസഭയിൽ പേഷ്വ എന്നറിയപ്പെട്ടിരുന്നത് പ്രധാനമന്ത്രിയാണ്. മുഖ്യ ന്യായാധിപനായിരുന്നു ന്യായാധ്യക്ഷൻ. ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥൻ അമാത്യൻ. രാജകീയ കത്തിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സജീവൻ. രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അറിയപ്പെട്ടിരുന്നത് മന്ത്രി എന്നാണ്. മതകാര്യം, ദാനധർമ്മം എന്നിവ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു പണ്ഡിത റാവു. വിദേശകാര്യം കൈകാര്യം ചെയ്തിരുന്നത് സുമന്ത്. സൈനികം സേനാപതി. ശിവജി ഛത്രപതി എന്ന പദവി സ്വീകരിച്ച വർഷം 1674. ശിവജി ഛത്രപതി എന്ന പദവി സ്വീകരിച്ച വർഷം 1674. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഗഡ്. മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റായ്ഗഡ്. എവിടെ വെച്ചാണ് ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത്?
റായ്ഗഡിൽ വച്ചാണ് ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നത്. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെട്ടിരുന്നത്. ശിവജി. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെട്ടിരുന്നത് ശിവജി. മറാത്തക്കാരുടേതായ പ്രദേശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സ്വരാജ്യ. മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സ്വരാജ്യ. മറാത്ത ഭരണകാലത്ത് മറ്റുള്ളവരിൽ നിന്നും ആക്രമിച്ചു കീഴടക്കിയ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്? മൊഗളൈ. മറാത്ത ഭരണകാലത്ത് മറ്റുള്ളവരിൽ നിന്നും ആക്രമിച്ചു കീഴടക്കിയ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മൊഗളൈ എന്നാണ്. മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നികുതി? സർദേശ് മുഖി. മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നികുതികളായിരുന്നു ചൗത്തും സർദേശ് മുഖിയും.